എത്ര നാളെ ചോക്കോബാർ തിന്നിട്ട് എന്നും ചിൽഡ്രൻസ് ഡേ ആയാൽ മതിയായിരുന്നു അല്ലേ ചേച്ചി? അത് സാരമില്ലടി, നമുക്ക് എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് ഇത് ഇനിയും മേടിപ്പിക്കാം. ആഹാ, എല്ലാരും കൂടി ഇവിടെ നല്ല ഐസ്ക്രീം തീറ്റാണല്ലോ. ഇത് എവിടെ നിന്ന് കിട്ടി? ഗീത കണ്ടോ അമ്മാമ്മ നിങ്ങൾക്ക് ഇത് വാങ്ങി തന്നത്? ആ, ഇന്ന് നിങ്ങളുടെ ദിവസമാണ്. അപ്പൊ പിന്നെ നടക്കട്ടെ, ഗീതക്കൊന്നും പറയാൻ പറ്റൂലല്ലോ. അതല്ല, ഐസ്ക്രീം തിന്ന് ഇവിടെ ഇരുന്നാ മതിയോ? അത് ശരി അച്ഛാ, നമുക്ക് എല്ലാവർക്കും ഹോളിഡേ അല്ലേ. പാർക്കിലോ ബീച്ചിലോ സിനിമക്കോ എവിടെയെങ്കിലും പോകാം. നമ്മുടെ മുറ്റത്ത് ഇത്രയും പരിപാടി നടക്കുമ്പോ എന്തിനാ മക്കളെ പാർക്കിലും ബീച്ചിലൊക്കെ പോകുന്നേ? അത് ക്ലബിന്റെ പരിപാടിയല്ലേ, ഞങ്ങളൊന്നും വന്നില്ല. ആ, മാധവൻ ചേട്ടൻ എത്തിയോ? ഞാൻ രാവിലെ മുതൽ ഈ പിള്ളേരോട് പറയാ, അവിടെ ക്ലബിന്റെ ചിൽഡ്രൻസ് ഡേ പരിപാടി നടക്കുന്നുണ്ട്, പോയി പങ്കെടുക്കാനായിട്ട്. ഇവർക്ക് കഴിയൂല. പോരാത്തതിന് അമ്മ വേണമെങ്കിൽ ഐസ്ക്രീം മേടിച്ചോണ്ട് വന്നു. അപ്പൊ പിന്നെ തികഞ്ഞല്ലോ. ഓ, ഞാനൊന്നും പറയുന്നില്ലേ, ഐസ്ക്രീം വാങ്ങിച്ചു കൊടുത്തതിന്റെ നന്ദിയാ. അതൊക്കെ പോട്ടെന്റെ പിള്ളേരെ, നിങ്ങൾ ആ ഗ്രൗണ്ടിലേക്ക് വാ. ക്ലബിന്റെ പരിപാടി ഇപ്പൊ തുടങ്ങും. എന്തെല്ലാം സമ്മാനങ്ങളാണോ വിജയിക്കുന്നവർക്ക് മേടിച്ചു വെച്ചേക്കണേ? ഒത്തിരി സമ്മാനങ്ങളുണ്ട്. അച്ഛാ, അത് പിള്ളേർക്കുള്ള പരിപാടിയല്ലേ, കുണിക്കിനും കുണുക്കിനും കൊണ്ടുപോയിക്കോ. അതിന് നിനക്കും പങ്കെടുക്കാം. 15 വയസ്സായവർക്ക് വരെ പങ്കെടുക്കാം. അച്ഛാ, ഐസ്ക്രീം കഴിച്ചിട്ട് ഞങ്ങൾ എല്ലാവരും ടിവിയിൽ ലോക സിനിമ കാണാൻ ഇരിക്കുക. ഞങ്ങൾ വന്നില്ല. വരുന്നില്ലെങ്കിൽ വരണ്ട, ക്വിസ് മത്സരം ഇപ്പൊ തുടങ്ങും. അതിന് പോകാത്തതാ നല്ലത്. ഇവിടെയുള്ള നിങ്ങൾക്ക് എന്തെങ്കിലും അറിയോ? ഇവർക്ക് മാത്രമല്ല, ഈ നാട്ടിൽ അധികം ആർക്കും ഒന്നും അറിയില്ലല്ലോ. അപ്പൊ പിന്നെ സമ്മാനമായി ടീയും പിള്ളേരും കൊണ്ടുപോകും. കുട്ടിയോ? അതെ അതെ, എല്ലാ മത്സരത്തിലും പങ്കെടുക്കാൻ വേണ്ടി ടീയക്കുട്ടിയും ഫ്രണ്ട്സും അവിടെ വന്ന് നിൽപ്പുണ്ട്. നിങ്ങൾ വന്നില്ല അവര് കൊണ്ടുപോകും. ചോക്ലേറ്റ് ബോക്സ്, പോപ്പിറ്റ് ബാഗ്, എന്തൊക്കെ സമ്മാനങ്ങളാണെന്നറിയോ? കിഡ്സിന്റെ മേക്കപ്പ് ബോക്സ്, അങ്ങനെ ഒത്തിരി ഉണ്ട് സമ്മാനങ്ങൾ. വന്ന് പങ്കെടുത്തത് കൊണ്ടുപോക്കോ. അല്ല, എന്തൊക്കെ മത്സരം ഉള്ളത്? ഒത്തിരി മത്സരങ്ങളുണ്ട്. ക്വിസ് ഉണ്ട്, തീറ്റ മത്സരം ഉണ്ട്, പിന്നെ ചാക്കി ചാട്ടം ഉണ്ട്. പിന്നെ വൈകുന്നേരം ആകുമ്പോഴേക്കും ഫാൻസി ഡ്രസ്സും ഡാൻസും പാട്ടും. ഓ, കിസ്സിനോ വല്ല തീറ്റ മത്സരത്തിനോ പിള്ളേര് പങ്കെടുക്കട്ടെ. ഫാൻസി ഡ്രസ്സിനൊക്കെ ഇനിയിപ്പോ ഈ ഒരു സമയം കൊണ്ട് ഉടുപ്പൊന്നും ഉണ്ടാക്കാൻ പറ്റില്ലല്ലോ. അതെന്തെങ്കിലും ആവട്ടെ, നിങ്ങൾ വരുന്നുണ്ടെങ്കിൽ വാ. ചേച്ചി, നമുക്ക് പോണം. ആ ടീയക്കുട്ടിക്ക് എന്തായാലും സമ്മാനം കൊടുക്കാൻ സമ്മതിക്കരുത്. അത് നേരാടി, അവർക്ക് ഇത്തിരി ഷോ കൂടുതലാ. നമുക്ക് വേഗം പറമ്പിലോട്ട് പോകാം. എല്ലാരും വേഗം ഐസ്ക്രീം തിന്നോ. നോക്കിയടി വന്ന് നിൽക്കുന്നത്. ഇത്രയും നേരം ഇവിളമാരുണ്ടായിരുന്നില്ലല്ലോ. ഇവരിപ്പോ എവിടെ നിന്ന് വന്നു? എടി ടീയക്കുട്ടി, അതാ ഞാനും ആലോചിക്കുന്നേ. എന്തോരം ഗിഫ്റ്റ് അവിടെ ഇരിക്കുന്നത്. എല്ലാം നമുക്ക് തന്നെ കിട്ടുമെന്നാ കരുതിയത്. ഇവര് വരുമെന്ന് ഞാൻ ഓർത്തില്ല. അതാ മാധവൻ അങ്കിളിന്റെ പണിയാ. മാധവ അങ്കിൾ ഇവിടെ നിന്ന് പോയി കഴിഞ്ഞപ്പോഴേ ഞാൻ ഓർത്തു ഇവരെ വിളിക്കാനായിരിക്കുമെന്ന്. നോക്കി ചേച്ചി, ആ ടീയക്കുട്ടി സോഫി മാഗി കുറെ നേരമായിട്ട് ഇങ്ങോട്ട് നോക്കിയിട്ട് എന്തൊക്കെയോ പറയുന്നുണ്ട്. നീ അവരെ നോക്കണ്ട നീ മോളെ. അവര് ചിലപ്പോൾ ആലോചിക്കുന്നുണ്ടാവും എങ്ങനെയെങ്കിലും നമ്മളെ തോപ്പിക്കാന്ന്. ചേച്ചി, ഗിഫ്റ്റ് കിട്ടുമോ? അത് കുണിക്ക് കിസ് തുടങ്ങുമ്പോഴേ നമ്മൾ ഉത്തരം പറഞ്ഞാൽ നമുക്ക് കിട്ടും. അവരാണ് ഉത്തരം പറയണമെങ്കിൽ ടീയക്കുട്ടിക്ക് കിട്ടും. അവർക്ക് കൊടുക്കണ്ട. നിങ്ങൾ തോക്കും. നമുക്കാണ് ഫസ്റ്റ് കിട്ടേണ്ടത്. നിങ്ങൾ തോക്കും. അത് പറയാൻ നീ ആരാ? മത്സരം തുടങ്ങിയിട്ടില്ലല്ലോ. കുണിക്ക് ഇങ്ങ് വാ. നഗലനികളെ തോപ്പിക്കും. അതിന് നിനക്ക് വല്ല ഉത്തരം അറിയോ? നീ ചേച്ചിമാരെ കൂടിയല്ലേ വന്നേക്കണത്? ഇതേ വലിയ ആൾക്കാരുടെ മത്സര. കുട്ടികളാണ്, അല്ലാതെ ചേച്ചിമാരൊന്നല്ല. പിന്നെ ഇങ്ങ് വാ കുണിക്ക്. എടി നീതു, ഈ കുണിക്ക് പോയി വെല്ലുവിളിച്ചിട്ടുണ്ട്. ഉത്തരം പറഞ്ഞില്ല നമ്മ നാണം കെടും. ആ കുരുട്ടിന്റെ അഹങ്കാരം കണ്ടില്ല, ഒരു കുണക്കി. അവളെ ഇന്ന് തോപ്പിക്കണം. ആഹാ, പങ്കെടുക്കാൻ 2 ടീം റെഡിയായല്ലോ. കുട്ടികളെ, ഇതേ ചിൽഡ്രൻസ് ഡേ ആയതുകൊണ്ട് വളരെ സിമ്പിൾ ആയിട്ടുള്ള എല്ലാവർക്കും ഉത്തരം പറയാൻ പറ്റുന്ന ലളിതമായിട്ടുള്ള ചോദ്യങ്ങളാണ് കേട്ടോ. ചോദിക്കാം ആന്റി, ഞങ്ങൾ റെഡിയാ. ചോദിക്കാം. അതിനു മുമ്പേ ഇതിന് 1ാം സമ്മാനം 2ാം സമ്മാനം അങ്ങനെ ഒന്നുമില്ല. സമ്മാനമൊക്കെ ഉണ്ട്. ഇവിടെ ഒത്തിരി സമ്മാനങ്ങൾ ഇതേ ഈ ബെഞ്ചിൽ വെച്ചിട്ടുണ്ട്. ഉത്തരം പറയുന്നവർക്ക് ഓരോരോ സമ്മാനങ്ങൾ എടുത്ത് കയ്യിലേക്ക് തരും. തുറക്കുമ്പോൾ എന്താണോ കിട്ടുന്നത് അത് നിങ്ങൾക്ക് സ്വന്തം. ഹായ്, അപ്പൊ ഉത്തരം പറഞ്ഞ അപ്പൊ തന്നെ സമ്മാനം കിട്ടുമല്ലോ. ഞാൻ ക്വസ്റ്റ്യൻ ചോദിക്കും. ഉത്തരം അറിയാവുന്നവര് വേഗം വിളിച്ചു പറയണം. ഇന്ത്യയിൽ ചിൽഡ്രൻസ് ഡേ ആഘോഷിക്കുന്ന ദിവസം ഏതാണ്? നവംബർ 14. ശരി ഉത്തരം. ആദ്യത്തെ സമ്മാനം തന്നെ ടീയക്കുട്ടിക്ക്. തുറന്നു നോക്കിയ ഗിഫ്റ്റ് എന്താ നോക്കട്ടെ. മനോഹരമായൊരു ലോക്കറ്റാണ് ടീയക്കുട്ടിക്ക് കിട്ടിയിരിക്കണേ കേട്ടോ. എല്ലാരും കൈയടിച്ചേ. കൺഗ്രാറ്റ്സ് ടീയ. ആദ്യത്തെ സമ്മാനം തന്നെ നമ്മുടെ ടീമിന് കിട്ടി. ഭാഗ്യം, അവരുടെ അഹങ്കാരം എത്ര കുറഞ്ഞു കാണും. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ആരുടെ ജന്മദിനമാണ് നമ്മൾ ചിൽഡ്രൻസ് ഡേ ആയിട്ട് ആഘോഷിക്കുന്നത്? ശരി ഉത്തരം. ഒരു യൂണിക്കോന്റെ ഡയറിയാണ് മഹാലക്ഷ്മിക്ക് സമ്മാനം കിട്ടുന്നത്. കുണിക്ക് നല്ല അടിപൊളി ഡയറി സൂക്ഷിച്ചു വെച്ചേട്ടോ. ഓ, ആ കുരുട്ട് വെച്ച് ഉത്തരം പറഞ്ഞല്ലോ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഈ ജവഹർലാൽ നെഹ്റുവിനെ കുട്ടികൾ ഓമനിച്ച് വിളിക്കുന്ന പേരെന്താണ്? വീണ്ടും ശരി ഉത്തരം. കുണിക്ക് അടുത്ത സമ്മാനം. ഉത്തരം പറഞ്ഞ കുണിക്ക് പോപ്പിറ്റ് ബാഗ് സമ്മാനം. അടിപൊളി, കുണിക്കിയുടെ ആഗ്രഹമായിരുന്നു അത്. ഓക്കെ, നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. ഫലങ്ങളിലെ രാജാവ് അഥവാ കിങ് ഓഫ് ഫ്രൂട്ട് ഏതാണ്? മാംഗോ.
ഉത്തരം കറക്റ്റ് ആണ് മാഗി. ഗിഫ്റ്റ് വാങ്ങാൻ വന്നോളൂ. ഫുട്ബോൾ ആണ് മാഗിയുടെ സമ്മാനം. താങ്ക് യു ആന്റി. കൺഗ്രാറ്റ്സ് മാഗി. അവൾക്ക് 2 ഗിഫ്റ്റ് കിട്ടിയപ്പോൾ നമ്മുടെ ഇവിടെ 2 ഗിഫ്റ്റ് എത്തി. അടുത്തത് ചോദിക്കാം ആന്റി. അടുത്ത ക്വസ്റ്റ്യൻ നമ്മുടെ നാഷണൽ ആനിമൽ. ടൈഗർ. ശരി ഉത്തരം. സമ്മാനം വാങ്ങാൻ കുണിക്ക് വന്നോളൂ. കുണിക്ക് ഒരു ടോയ് ആണ് സമ്മാനം. കൗവിന്റെ ടോയ്. ആരവിടെ കളിയാക്കിയേ? പശുവിന്റെ സൗണ്ട് ഒക്കെ ഇട്ട് കളിയാക്കിയൊന്നും വേണ്ടട്ടോ. അവൾ ഇത്ര ചെറുതിലെ ഇത്ര ഉത്തരം പറഞ്ഞില്ലേ, ഒരു സൗണ്ട് ഇടാൻ വന്നേക്കുന്നു. മക്കളെ തല്ലുപിടിക്കല്ലേ. അടുത്ത ക്വസ്റ്റ്യൻ ചോദിക്കാൻ പോകുക. നമ്മുടെ ദേശീയ പക്ഷി പീകോക്ക്. കറക്റ്റ് ഉത്തരം. നീതുമോള് വന്നോളൂ. ഒരു ടൊമാറ്റോ സോസിന്റെ ബിഗ് പാക്കറ്റ് ആണ് നീതുവിന് സമ്മാനം. താങ്ക് യു ആന്റി. ഭൂമിയിലെ ഏറ്റവും വേഗമേറിയ മൃഗം ചീറ്റ. ആന്റി ചീറ്റ. കറക്റ്റ് ആൻസർ. സമ്മാനം വാങ്ങാൻ നീതു വന്നോളൂ. സോറി പേര് മാറിപ്പോയില്ലേ. മനോഹരമായ ഒരു ക്യാപ്പാണ് നിത്യക്ക് സമ്മാനം. താങ്ക് യു സോ മച്ച് ആന്റി. എന്താടി ഇത് അവര് തന്നെ ഉത്തരം പറയുന്നത്? ഇത് എത്ര നേരമായി നമുക്ക് പറയാനുള്ള സാവകാശം തരുന്നില്ലല്ലോ. എനിക്ക് എല്ലാത്തിന്റെ ഉത്തരം അറിയാം, പക്ഷെ അവര് വേഗത്തിൽ പറയണോണ്ടല്ലേ. അടുത്തത് വിട്ടുകൊടുക്കരുത്. അടുത്ത ക്വസ്റ്റ്യൻ. കരയിലെ ഏറ്റവും വലിയ ജീവി. എലിഫന്റ്. ആഹാ കുട്ടി കൊള്ളാലോ. കൂട്ടത്തിൽ ചെറുതായപ്പോ ഞാൻ കരുതി ഈ ഉത്തരവൊന്നും അറിയില്ലായിരിക്കുമെന്ന്. വന്നോളൂ, സമ്മാനം മേടിച്ചോളൂ. ഈ ഒരു അടിപൊളി യൂണിക്കോനാണ് കുണിക്ക് സമ്മാനം. അയ്യോ യൂണിക്കോൺ. എന്തു പറ്റി? നേരത്തെ പശുവിനെ കിട്ടിയപ്പോ കരഞ്ഞ പോലെ യൂണിക്കോന്റെ ശബ്ദത്തിൽ കരയണില്ലേ? ഒന്ന് കരഞ്ഞോ 3 പേരും കൂടി. നീ പോടി നിറ്റേ. കുണിക്കുമോളെ അടിപൊളി. ഗാന്ധി ജയന്തി ഏത് ദിവസമാണ്? ഒക്ടോബർ 2. മിടുക്കി. കറക്റ്റ് ഉത്തരം പറഞ്ഞ നീതു മോൾക്ക് ഈ ഒരു ഗിറ്റാറിന്റെ ടോയ് ആണ് സമ്മാനം. ഹായ് താങ്ക് യു ആന്റി. കുറെ നാളായിട്ട് ഞാൻ ആഗ്രഹിച്ചിരിക്കുന്നതാ. അടുത്ത ഉത്തരം പറഞ്ഞു കഴിഞ്ഞാലേ ഒരു വലിയ സമ്മാനാണ് ഉള്ളത്. വേഗം ചോദിക്കാം ആന്റി, ഞങ്ങൾ ഉത്തരം പറയാം. അടുത്തത് കുറച്ച് ഈ ചോദിച്ച ക്വസ്റ്റിനെ അപേക്ഷിച്ച് കുറച്ച് ടഫ് ക്വസ്റ്റ്യൻ ആണ്. എന്നാൽ അത് ഫൈനൽ ക്വസ്റ്റ്യനും ആണ് കേട്ടോ. ശ്രദ്ധിച്ച് ആൻസർ പറയണേ. വിമാനം കണ്ടുപിടിച്ചത് ആര്? റൈറ്റ് ബ്രദേഴ്സ്. 2 പേരും പറഞ്ഞല്ലോ. എനിക്ക് സമ്മാനം. ആദ്യം പറഞ്ഞത് ഞാനാ. ആദ്യം പറഞ്ഞത് നീതു ആണല്ലോ. നീതു പറഞ്ഞ കേട്ടല്ലേ നീ പറഞ്ഞത്? അല്ല ആദ്യം പറഞ്ഞത് ടീയെ കുട്ടി ആദ്യം പറഞ്ഞു. ആന്റി ഞാനല്ലേ ആദ്യം പറഞ്ഞത്. മിണ്ടാതെ അവിടെ ഇരുന്നോ. ചേച്ചിയാണ് ആദ്യം ഉത്തരം പറഞ്ഞേ. മിണ്ടാതിരുന്നില്ലെങ്കിൽ നീ എന്ത് ചെയ്യും? കുറെ നേരമല്ല നീ വെല്ലു വിളിക്കുന്നു. ഞാനാടി ആദ്യം ഉത്തരം പറഞ്ഞേ. ഞാനാ പറഞ്ഞേ. വെറുതെ നോണ പറയാൻ നിൽക്കണ്ട. അയ്യോ എന്റെ മക്കളെ, നിങ്ങൾ ഇങ്ങനെ തല്ലു പിടിക്കല്ലേ. നിങ്ങളിൽ ആരാണ് ആദ്യം ഉത്തരം പറഞ്ഞതെന്ന് നമുക്ക് ഓഡിയൻസിനോട് ചോദിക്കാം. നിങ്ങളെല്ലാരും കണ്ടതല്ലേ ആരാണ് ആദ്യം ഉത്തരം പറഞ്ഞത്? ആദ്യം ഉത്തരം പറഞ്ഞത് നീതുമോൾ. ഇന്നത്തെ ഈ മത്സരത്തിലെ ഏറ്റവും വലിയ സമ്മാനം നീതുമോൾക്ക് കൊടുക്കുന്നു. ആന്റി എനിക്കൊരു റിക്വസ്റ്റ് ഉണ്ട്. ആ സമ്മാനം എന്റെ അനിയത്തി കുണിക്ക് കൊടുക്കാമോ? അതിനെന്താ, നീതുവിന് വേണ്ടി കുണിക്ക് കൊടുക്കുന്നു. ഒരു വലിയ ചോക്ലേറ്റ് ബോക്സ് ആണ് സമ്മാനം. താങ്ക് യു സോ മച്ച് ആന്റി. കളിയാക്കാൻ നിക്കണ്ടടി. ഇനി ഉണ്ടല്ലോ തീറ്റ മത്സരവും ഫാൻസി ഡ്രസ്സും. അതിലെല്ലാത്തിനും ഞാൻ നിങ്ങളെ 3 പേരും തോപ്പിച്ചിരിക്കും. നമുക്ക് കാണാം. നീതുമോളെ വേഗം വാ, നമുക്ക് തീറ്റ മത്സരത്തിൽ പങ്കെടുക്കണം. പിന്നെ നമുക്ക് വീട്ടിൽ പോയിട്ട് ഡ്രസ്സ് ചെയ്ത് ഫാൻസി ഡ്രസ്സിനും പങ്കെടുക്കണം. നീയൊക്കെ തോറ്റു പോകൂടി.